നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കേരളത്തിൽ അടുത്ത 5 ദിവസവും കൂടി മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. കല്ലൂർ ആദൂരിൽ വീട് കുത്തിത്തുറന്ന് 5.5 ലക്ഷം രൂപ കവർന്നു. മോഷണം വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികാഘോഷവും സുവർണമുദ്ര സമർപ്പണ ചടങ്ങും പൂനിരാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ 12 മണിക്കൂർ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിന് എന്തിനാണ് ജനങ്ങൾ 150 രൂപ ടോളായി നൽകുന്നതെന്ന് സുപ്രീം കോടതി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയുമാണ് ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അൻസാരിയ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സുപ്രീം കോടതി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പാലിയേക്കര ടോൾ കേസിൽ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസത്തെ പത്രം കണ്ടിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. റോഡ് അവസ്ഥ എത്ര പരിതാപകരമാണ്, അതാണ് പ്രധാന പ്രശ്നം. ഒരു ലോറി കേടായത് കാരണം ഉണ്ടായ യാത്രാ ദുരിതം എത്രയെന്ന് കോടതി ചോദിച്ചു. ട്രാഫിക് ഇല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രം എടുക്കേണ്ട ദൂരമെന്ന് കോടതി നിരീക്ഷിച്ചു. മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം ആവർത്തിച്ചു. 12 മണിക്കൂർ ഗതാഗതക്കുരുക്കുണ്ടായെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പറഞ്ഞു. മൺസൂൺ കാരണം റിപ്പയർ നടന്നില്ലെന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വിശദീകരിച്ചു. ടോൾ തുക എത്രയെന്ന് കോടതി ചോദിച്ചു. ജഡ്ജി ആയതുകൊണ്ട് തനിക്ക് ടോൾ കൊടുക്കേണ്ട ജനങ്ങളുടെ കാര്യം അതല്ല, 150 രൂപയാണ് ടോൾ എന്ന് ഹർജിക്കാരൻ വ്യക്തമാക്കി. ഇത്രയും പൈസ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സർവീസ് റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് തേർഡ് പാർട്ടി കമ്പനിയാണ് ഉള്ളത്. ഇത് എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നതെന്ന് കരാർ കമ്പനി ചോദിച്ചു. ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. ടോൾ പിരിവ് നിർത്തിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും കമ്പനി ആവശ്യപ്പെട്ടു. അപ്പീലിൽ വാദം പൂർത്തിയായി. ഉത്തരവ് പറയാൻ മാറ്റി. കല്ലൂർ ആദൂരിൽ വീട് കുത്തിത്തുറന്ന് 5.5 ലക്ഷം രൂപ കവർന്നു. ഞായറാഴ്ച വൈകിട്ട് വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്തായിരുന്നു കവർച്ച. ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നതെന്ന് കരുതുന്നു. വീടിനകത്തെ അലമാരി കുത്തിത്തുറന്നാണ് പണം മോഷ്ടിച്ചിരിക്കുന്നത്. മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതോടെയായിരിക്കണം മോഷ്ടാവ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്തത്. വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 6 മണിയോടെയാണ് ഇവർ കുടുംബസമേതം വീട് പൂട്ടി സിനിമയ്ക്ക് പോയത്. 9:30 തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ തുറന്ന നിലയിൽ കണ്ടത്. വീടിനകത്ത് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ടതും അലമാരികളിലെ വസ്ത്രങ്ങൾ വ്യാപകമായി വലിച്ചിട്ട നിലയിലും കണ്ടത്. തുടർന്ന് പുതുക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ഉടൻ സ്ഥലത്തെത്തി സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഫാമിലിയായിട്ട് ഒരു 6:30 ഫിലിം കാണാൻ പോയി അമ്പലൂർക്ക്. അത് കണ്ട് 9:45 തിരിച്ചെത്തി. 9:45 തിരിച്ചെത്തിയപ്പോൾ ആണ് നമ്മൾ ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ ഡോറ് തകർന്ന്, നമുക്ക് ലോക്ക് തകർന്ന് ഇങ്ങനെ അപ്പോൾ അകത്തി കടന്നു. അതിനുശേഷം നമ്മൾ അലമാരി നോക്കിയപ്പോൾ അലമാരി തകർത്ത് ഇട്ടിട്ട് എടുക്കണം. പിന്നെ ഡ്രോ ഒക്കെ വലിച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ക്യാഷ് ഉണ്ടായിരുന്നു. ക്യാഷ് എടുത്ത് പോയിട്ട് പിന്നെ അങ്ങനെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മളപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്ത് മെമ്പർ സൈമനെ വിളിച്ചത്. ഇവിടുത്തെ അതിൻ്റെ അയൽപ്പക്കാരനാണ്. സൈമൻ പോലീസിനെ വിളിച്ചു. പിന്നെ മകളും പോലീസിനെ വിളിച്ചു. അങ്ങനെ പോലീസ് അധികം വൈകാണ്ട് ഇവിടെ എത്തി. അവരുടെ ഒരു പ്രാഥമിക അന്വേഷണം. പിന്നെ അവർ രാത്രി ഏകദേശം 1 മണി വരെ CCTVകളൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
എത്ര കാശ് പോയി? ഏകദേശം 5.5 ലക്ഷം രൂപ പോയിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? വേറെ ഒന്നും പോയിട്ടില്ല. വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ നമ്മളത് പരിശോധിച്ചിട്ടില്ലല്ലോ. പരിശോധിക്കുമ്പോഴാണ് എല്ലാ റെക്കോർഡുകൾ എന്നിട്ട് പോയിട്ടുണ്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. തൊടണ്ടാന്ന് പറഞ്ഞ കാരണം ഞാനത് അങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഇന്നിപ്പോ ഡോഗ് സ്ക്വാഡും അതുപോലെ വിരലടയാള വിദഗ്ധരായിട്ട് പോലീസ് അന്വേഷണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ ഇങ്ങനെ സംഭവിക്കപ്പെട്ട സ്ഥലങ്ങളൊന്നും പരിശോധിക്കാറൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കണം. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികാഘോഷവും സുവർണമുദ്ര സമർപ്പണ ചടങ്ങും പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ പായിപ്ര രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മേളകലാ സംഗീത സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം ചെണ്ട കലാകാരൻ വിജിൽ മേനോന് കലാമണ്ഡലം ഗോപി സമ്മാനിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കവി പുഴങ്കര സച്ചിദാനന്ദൻ, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ, ശുഗപുരം രാധാകൃഷ്ണൻ, കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറി TG അജോ, മേളകലാ സംഗീത സമിതി സെക്രട്ടറി കൊടകര ഉണ്ണി, AK പ്രേമൻ, അരുൺ പാലാഴി, വിജിൽ മേനോൻ എന്നിവർ സംസാരിച്ചു. മുടിയേറ്റ് കലാകാരൻ വാരനാട്ട് നാരായണക്കുറുപ്പ്, ചെണ്ട കലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായർ, മൂർക്കനാട്ട് ദിനേശ് വാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചികിത്സാ സഹായ വിതരണം, വിദ്യാഭ്യാസ അവാർഡ് ദാനം എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണൻ നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ഡിമേളം അരങ്ങേറി. ഇന്ന നാടകമോ ഇന്ന രാജ്യമെന്നോ അങ്ങനെയൊന്നുമില്ല. അതായത് കലാകാരന്മാരെ ആവശ്യക്കാരെ എവിടേക്കാണോ വിളിക്കുന്നത് അവിടെ ചെല്ലുക, എന്താണോ പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നൊക്കെയാണ്. പക്ഷേ നാട്ടിലെ പേര് പറയും. നാടിൻ്റെ പേര് പറഞ്ഞാൽ പോലും അവർക്ക് വേണ്ടത് പല നാടും പല വീടും പല ആൾക്കാരും, അതായത് സമൃദ്ധിയായിട്ടുള്ള കലാപ്രേമികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അവരൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. നമുക്ക് ആ സമൂഹത്തിനെ മറക്കാൻ സാധ്യമല്ലല്ലോ. നമ്മുടെ സദസ്സുകളിൽ നിന്നും വേറിട്ട ഒന്നാണിത്. ഇത്തരമൊരു വേദിയിൽ ഗോപിയാശാൻ പറഞ്ഞതുപോലെ വാക്കുകളല്ല മുദ്രകളും മേളവും ഒക്കെയാണ് നല്ലത്. കാരണം പ്രസംഗിച്ച് പ്രസംഗം കേട്ട് അതിൻ്റെ ഏറ്റവും വിരസതയും ഏറ്റവും വലിയ ആപത്തും അനുഭവിച്ച ഒരു ജനതയാണ് നമ്മൾ. ഭിന്നശേഷി വയോജന സൗഹൃദമായി വരന്തരപ്പള്ളിയിലെ അക്ഷയ കേന്ദ്രം. വരന്തരപ്പള്ളി അക്ഷയ കേന്ദ്രമാണ് വരന്തരപ്പള്ളിയിലെ റിംഗ് റോഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് കെട്ടിടത്തിന്റെ മുകളിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾ താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. വയോജനങ്ങളും ഭിന്നശേഷിക്കാർക്കും മുകളിലത്തെ നിലയിലേക്ക് കയറാൻ ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളും താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. വയസ്സായവർ അതുപോലെ തന്നെ അംഗപരിമിതരായ ആൾക്കാർക്ക് മുകളിലത്തെ നിലയിൽ പോയി അക്ഷയയിൽ കാര്യങ്ങൾ നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. മുകളിലത്തെ നിലയിലുള്ള എല്ലാ അക്ഷയ കേന്ദ്രങ്ങളും താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ അക്ഷയ കേന്ദ്രം താഴത്തെ നിലയിലേക്ക് മാറ്റി ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന ഒരു നടപടി കമ്മീഷൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിന് പ്രത്യേകമായിട്ട് കമ്മീഷനോട് നന്ദി അറിയിക്കുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസവും കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തി കൂടിയ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അടുത്ത 12 മണിക്കൂറിൽ
തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് ചൊവ്വാഴ്ച രാവിലെയോടെ വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ തെക്കൻ കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു. 2 ദിവസം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. അമ്പല്ലൂർ കൂടലി ആർക്കേഡിൽ വിലക്കുറവിലും സെലക്ഷനോടും കൂടി വിശ്വാസ് വെസൽസ് പ്രവർത്തനം ആരംഭിച്ചു. ആമ്പല്ലൂർ വിശ്വാസ് വെസൽസിന്റെ ഉദ്ഘാടനവും വെഞ്ചിരിപ്പ് കർമ്മവും കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളി വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ നിർവഹിച്ചു. ജോഷി പള്ളിപ്പാടൻ, നിക്സൺ കണ്ണമ്പുഴ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഗുണമേന്മയേറിയ സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക്, ഓട്ടുപാത്രങ്ങൾ, ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസും വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകും. കിച്ചൺ സെറ്റ്, സർവീസ് ബോൾ, ഡൈനിങ് ഐറ്റം, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് തുടങ്ങി എല്ലാവിധ ഐറ്റംസിന്റെയും കമനീയ ശേഖരം. ഉയർന്ന നിലവാരവും സൗഹൃദ വിലയും മികച്ച സേവനവുമാണ് വിശ്വാസ് വെസൽസിന്റെ സവിശേഷത. പഴയ പാത്രങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും സൗകര്യമുണ്ടായിരിക്കും. നിങ്ങളുടെ വീടിനും അടുക്കളയ്ക്കും പുതിയ ഭംഗി പകരാം. വിശ്വാസ് വെസൽസ്, കൂടലി ആർക്കേഡ്, വരന്തരപ്പള്ളി റോഡ്, ആമ്പല്ലൂർ. ഫോൺ 8891722330. ഇന്ന് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ മാക്സിമം പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ എല്ലാവരും സഹകരിച്ച് ഞങ്ങളോടും കൂടി ഒന്ന് സഹകരിച്ച് ഞങ്ങൾ സ്ഥാപനത്തിലേക്ക് വരണമെന്ന് താല്പര്യം. പുതുരുചിയുടെ വിസ്മയക്കൂട്ടുമായി മദർ ഫുഡ് പാർക്ക് ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതുരുചിയുടെ വിസ്മയക്കൂട്ടുമായി മദർ ഫുഡ് പാർക്ക് ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷണം ആസ്വാദകർക്ക് പുതിയൊരു അനുഭവം ഒരുക്കിയാണ് മദർ ഫുഡ് പാർക്ക് ആമ്പല്ലൂർ ബൈപ്പാസിൽ ഷാസ് അവന്യൂ ബിൽഡിംഗിൽ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ ജിമ്മി കല്ലിങ്ങൽക്കുടിയിൽ നിർവഹിച്ചു. രുചിയുടെ പുതുമയും ഗുണനിലവാരവും നൽകുകയാണ് ലക്ഷ്യമെന്ന് മദർ ഫുഡ് പാർക്ക് ഉടമ CA ദേവസി പറഞ്ഞു. പ്രാതൽ വിഭവങ്ങൾ, ഊണ്, ചൈനീസ് വിഭവങ്ങൾ, രുചിയൂറും ബിരിയാണികൾ തുടങ്ങി എന്നീ വിഭവങ്ങളും മദർ ഫുഡ് പാർക്കിൽ ലഭ്യമാണ്. കുടുംബസമേതവും സുഹൃത്തുക്കൾക്കൊപ്പവും രുചി ആഘോഷിക്കാൻ അനുയോജ്യമായ ഇടം. മികച്ച നിലവാരവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് മദർ ഫുഡ് പാർക്കിന്റെ സവിശേഷതകൾ. രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവർത്തന സമയം. എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. രുചിയുടെ ലോകം അനുഭവിക്കൂ. മദർ ഫുഡ് പാർക്ക്, ഷാസ് അവന്യൂ ബിൽഡിംഗ്, ആമ്പല്ലൂർ. വിളിക്കേണ്ട നമ്പർ 9656734118. സഹോദര സ്ഥാപനം മദർ കാറ്ററിംഗ് തൃക്കൂർ, മദർ ഫുഡ് ലാൻഡ് തൃക്കൂർ. എത്ര വലിയ തിരക്കുണ്ടായിട്ടും ഉദ്ഘാടനത്തിൽ ഇത് പറഞ്ഞ വഴിക്ക് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ജിബി കല്ലിങ്ങൽക്കുടിയിലെ അച്ഛൻ അതിനെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തതെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഉണർവോടുകൂടെ, ഏറ്റവും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് ഇവിടുന്ന് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിമ്മി അച്ഛന് ഞാൻ നന്ദി പറയുന്നു. ശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യസപ്പൻ, അച്ഛൻ, തോമസ് ഏട്ടൻ, ബാക്കി വന്നിട്ടുള്ള എല്ലാവരും
ഫാക്ടറി വിലയിൽ ഇനി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇഹ ഗോൾഡൻ ഡയമണ്ട്സ് വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാക്ടറി വിലയിൽ ഇനി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇഹ ഗോൾഡൻ ഡയമണ്ട്സ് വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇഹ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വെഞ്ചരിപ്പ് കർമ്മം വരന്തരപ്പള്ളി വിമലഹൃദയനാഥ പള്ളി വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ ആദ്യ വിൽപ്പന നടത്തി. മെൽവി ബാബു മേക്കാട്ടുകുളമാണ് സ്ഥാപന ഉടമ. പുത്തൻ ട്രെൻഡുകൾക്ക് അനുയോജ്യമായ സ്വർണം, ഡയമണ്ട്, വെള്ളി ആഭരണങ്ങൾ, വിവാഹത്തിനും ആഘോഷങ്ങൾക്കുമായി പ്രത്യേക ശേഖരവും ഡെയിലി വെയർ ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, പഴയ ആഭരണങ്ങൾ റിപ്പയറും പോളിഷും ചെയ്തു നൽകുന്നു. 5% പണിക്കൂലിയിൽ പഴയ സ്വർണം പുതിയ വിലയിൽ വാങ്ങാനുള്ള സൗകര്യം. മൂക്കുത്തി, സെക്കൻഡ് സ്റ്റഡ്, ജിമിക്കി, ബുഗാഡി കമ്മൽ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നിവയുടെ വൻ കളക്ഷൻ വേറെ ഏത് സ്വർണ്ണക്കടയിൽ നിന്നും വാങ്ങിയ ആഭരണങ്ങളായാലും ഇഹയിൽ മാറ്റി നൽകുന്നു. എക്സ്ചേഞ്ച് ഓഫർ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ 1/2 ഗ്രാം മുതൽ 8 ഗ്രാം വരെ. കാത്, മൂക്ക്, സ്റ്റഡ് എന്നിവ കുത്തിക്കൊടുക്കുന്നതായിരിക്കും. പണയത്തിൽ ഇരിക്കുന്ന സ്വർണം വിൽക്കുവാനുള്ള സൗകര്യം ചെയ്തു നൽകുന്നു. തിളങ്ങട്ടെ സ്വർണം പോലെ വിശ്വാസവും. ഇഹ ഗോൾഡൻ ഡയമണ്ട്സ് വരന്തരപ്പള്ളി. ഫോൺ 9526502500. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ ഹോസ്പിറ്റൽ ആവില കോളേജ് റോഡ് നവീകരിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, MP റാഫി, ജോൺസൺ, ജിജോ ജോയ്, ചാക്കപ്പൻ, TV സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 166ാമത് സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊടകരയിൽ സംഘടിപ്പിച്ചു. 35 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും 15 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. ഡോക്ടർ ഐശ്വര്യ P രാധാകൃഷ്ണൻ, KK വെങ്കടാചലം, അനിൽ വടക്കെടത്ത്, സഞ്ജീവ് K മേനോൻ, KV രാമജയൻ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായവരിൽ നിന്നും തിമിര രോഗം കണ്ടെത്തിയ 15 പേരെ സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചകളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 19ാമത് വാർഷികം ആഘോഷിച്ചു. ചിക്കാഗോ രൂപത മെത്രാൻ മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ മുഖ്യ അതിഥിയായി. ഫാദർ ജോൺ തെക്കേത്തല, ട്രസ്റ്റ് പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, സെക്രട്ടറി ജസ്റ്റിൻ ആലപ്പാട്ട്, ട്രഷറർ പോൾസൺ തെക്കേത്തല, പള്ളി ട്രസ്റ്റി ആൻഡ്രോ പുല്ലോക്കാരൻ, മുൻ പ്രസിഡന്റുമാരായ TA ജോണി, TM യോഹന്നാൻ, TM ഡേവിസ്, വർഗീസ് ആലപ്പാട്ട്, വൈസ് പ്രസിഡന്റ് മിനി പോളി എന്നിവർ പ്രസംഗിച്ചു. അത് ഇനിയും വീണ്ടും ആവർത്തിക്കണമെന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത് ഉള്ളത് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഒട്ടും പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ കാരണം നമ്മുടെ ഹർഷജൻ പഴയച്ഛൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. പീച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തി. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഷട്ടറുകൾ ഉയർത്തി. ഇതോടെ ഷട്ടറുകൾ ആകെ 9 ഇഞ്ചാണ് ഉയർത്തിയത്. ഷട്ടറുകൾ ഉയർത്തിയതിനെ തുടർന്ന് മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിൽ ഉള്ളതിനേക്കാൾ പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ
അതീവ ജാഗ്രത പുലർത്തണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വേലൂപ്പാടം കലവറക്കുന്ന് ഹോസ്പിറ്റൽ ALP സ്കൂൾ പരിസരത്തുള്ള കാന വൃത്തിയാക്കുക, കുടിവെള്ള പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് മണൽക്കൂന മാറ്റി റോഡ് ഗതാഗതം സുഗമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത്, സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാൻകുഴിയിൽ, KY മുഹമ്മദ്, ഹംസ ചെമ്പൻ, ഹംസ പൗണ്ട്, ഉണ്ണീൻ കുമ്പത്തിൽ എന്നിവർ സംസാരിച്ചു. വിഷയത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗം എന്നിവർക്ക് നിവേദനം നൽകിയതായി ജനകീയ സംരക്ഷണ സമിതി അറിയിച്ചു. പൊന്നൂക്കര സെന്റ് ജോസഫ് ദേവാലയത്തിലെ പൂർവ്വ മതാധ്യാപക സംഗമവും മതബോധന ദിനാഘോഷവും സംഘടിപ്പിച്ചു. പുത്തൂർ ഫൊറോന വിശ്വാസ പരിശീലന പ്രൊമോട്ടർ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ജോജു ചിറമേൽ, സെക്രട്ടറി ബേബി ബൈജു, കേന്ദ്രസമിതി കൺവീനർ ആന്റണി ചീരമ്പൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ മാർട്ടീന, PTA പ്രസിഡന്റ് ജേസൺ കണ്ണമ്പുഴ, കൈക്കാരൻ ജോസ് താഴേക്കാടൻ, സ്കൂൾ ലീഡർ ആൻമരിയ റോബിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംവിധായകൻ നിസാർ അന്തരിച്ചു. കരൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് സ്വദേശം. 1994 പുറത്തിറങ്ങിയ സുദിനം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച നിസാർ തൊട്ടടുത്ത വർഷം ദിലീപ്, പ്രേംകുമാർ എന്നിവരെ നായകരാക്കി 3 Men Army എന്ന ചിത്രം സംവിധാനം ചെയ്തു. അച്ഛൻ രാജാവ്, അപ്പൻ ജേതാവ്, ന്യൂസ് പേപ്പർ ബോയ്, ഓട്ടോ ബ്രദേഴ്സ്, അപരന്മാർ നഗരത്തിൽ, കായംകുളം കണാരൻ, താളമേളം, ഡാൻസ് ഡാൻസ് ഡാൻസ്, മേരാ നാം ജോക്കർ, 6 വിരലുകൾ, 2 Days തുടങ്ങി 24ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. 2018 പുറത്തിറങ്ങിയ ലോഫിംഗ് അപ്പാർട്ട്മെന്റ് നിയർ ഗിരിനഗർ എന്ന ചിത്രമായിരുന്നു അവസാനം സംവിധാനം ചെയ്തത്. യുവദമ്പതികൾക്കായി സംഘടിപ്പിച്ച ദോമോസ് ക്രിസ്തി പരിപാടിയുടെ ഉദ്ഘാടനം കൊടകര ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി നിർവഹിച്ചു. ആലുവ സെമിനാരി റെക്ടർ ഫാദർ ജോർജ് മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, കൈക്കാരന്മാരായ ആൻഡോ ചെതലൻ, വിജോയ് കുറ്റിക്കാടൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് AP വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അന്തിമ വോട്ടർ പട്ടിക സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതിനാൽ ഓഗസ്റ്റ് 30 വരെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കേരളത്തിൽ അടുത്ത 5 ദിവസവും കൂടി മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. കല്ലൂർ ആദൂരിൽ വീട് കുത്തിത്തുറന്ന് 5.5 ലക്ഷം രൂപ കവർന്നു. മോഷണം വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികാഘോഷവും സുവർണമുദ്ര സമർപ്പണ ചടങ്ങും പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.